80കളിലും 90കളിലും തെന്നിന്ത്യൻ സിനിമയിൽ അഭിനയിച്ച നടിമാരിൽ ഏറ്റവും സുന്ദരിയായ നടിയെന്ന് പേരുകേട്ട നടിയാണ് ഉണ്ണിമേരി. ഉണ്ണിമേരിയുടെ സൗന്ദര്യത്തെ വാഴ്ത്തിപ്പാടാത്തവർ കുറവാണ്. സിനിമാ മേഖലയിലുള്ളവരും പ്രേക്ഷകരും. അത്രമാത്രം ആരെയും ഭ്രമിപ്പിക്കുന്ന, മോഹിപ്പിക്കുന്ന സൗന്ദര്യധാമമായിരുന്നു ഉണ്ണിമേരി. ഏറെക്കുറെ എല്ലാ സൂപ്പർ താരങ്ങൾക്കൊപ്പവും ഉണ്ണിമേരി അഭിനയിച്ചിട്ടുണ്ട്. ഉണ്ണിമേരിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരിക്കൽ ഉണ്ണിമേരി ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് വെളിപ്പെടുത്തുന്നത്. ഒരു മമ്മൂട്ടി ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് സംഭവം. അതും IV ശശി സംവിധാനം ചെയ്ത കാണാമറയത്ത് എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചായിരുന്നു ആ സംഭവം. മമ്മൂട്ടിയാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഉണ്ണിമേരിയും മമ്മൂട്ടിയും അടക്കമുള്ള അഭിനേതാക്കൾ താമസിക്കുന്ന ഹോട്ടലിൽ വെച്ചാണ് ഉണ്ണിമേരി ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഉണ്ണിമേരി പറയുന്നത് ഇങ്ങനെയാണ്: ഞാനും മമ്മൂട്ടിയും അടക്കമുള്ളവർ താമസിച്ചിരുന്നത് ഒരേ ഹോട്ടലിലാണ്. ഒരു ദിവസം എൻ്റെ അച്ഛൻ ഹോട്ടലിൽ എന്നെ കാണാൻ വന്നു. പക്ഷെ അന്ന് അവിടെയുള്ളവർ അച്ഛനെ അകത്തേക്ക് കടത്തിവിട്ടില്ല. എത്ര അപേക്ഷിച്ചിട്ടും പ്രായമായ എൻ്റെ അച്ഛന് വളരെ മോശം അനുഭവം അവിടെ നിന്ന് നേരിടേണ്ടി വന്നു. എന്നെ കാണാനാകാത്ത സങ്കടത്തിൽ അച്ഛനും മടങ്ങിപ്പോകേണ്ടി വന്നു. വിവരം അറിഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ സങ്കടം സഹിക്കാനായി. മുറിയിൽ കയറിയിരുന്നപ്പോൾ വേണ്ടാത്ത ചിന്തകളൊക്കെ വരാൻ തുടങ്ങി. അപമാനിക്കപ്പെട്ട അച്ഛനെ ഓർത്തപ്പോൾ എനിക്ക് സ്വയം ഇല്ലാതാവാൻ തോന്നി. അപ്പോഴത്തെ ഒരു തോന്നലിന് ഞാൻ ഉറക്ക ഗുളികകൾ എടുത്ത് കഴിച്ചു. എന്നെ കാണാതായപ്പോൾ ആളുകൾ അവിടേക്ക് വന്നു. അവരെത്ര വിളിച്ചിട്ടും ഞാൻ വാതിൽ തുറക്കാതായപ്പോൾ മമ്മൂട്ടി വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കയറുകയായിരുന്നു. അബോധാവസ്ഥയിലായിരുന്ന എന്നെ അദ്ദേഹം ആശുപത്രിയിൽ എത്തിച്ചു. അന്ന് മമ്മൂട്ടി കൃത്യസമയത്ത് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് താൻ ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഉണ്ണിമേരി വേദനയോടെ പറയുന്നു.